ഈ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ പത്തനംതിട്ടയ്ക്കും വേണം ഒരു സ്റ്റേഡിയം എന്നുള്ളത്. ഒരു ഭേദവുമില്ലാതെ ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യവും വികാരവുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാക്ടീസിനു വേണ്ടി പോയിരുന്നത് മറ്റ് പല ജില്ലകളിലുമാണ്. അവിടെ പോയി അവർ കൊണ്ടുവരുന്ന സുവർണ നേട്ടങ്ങൾ കാണുമ്പോൾ, അവരെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും, കാരണം മിക്കവാറും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുഞ്ഞുങ്ങളായിരിക്കും, അവർക്ക് നമ്മുടെ നാട്ടിൽ ഓടുന്നതിനും മറ്റ് ഇനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനും അവസരം വേണം. അതുപോലെ രാവിലെ ഇവിടെ നടക്കാൻ ഇറങ്ങുന്നവർ പലരുടെയും കാല് ഓടയിൽ പോയി മുറിവുകൾ ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവിടെ 4 പതിറ്റാണ്ടായി 40-45 വർഷമായി ഇവിടെയാണ് സ്വാതന്ത്ര്യദിന പരേഡും റിപ്പബ്ലിക് ദിന പരേഡും നടക്കുന്നത്. ഓരോ തവണ സ്വാതന്ത്ര്യദിന പരേഡും റിപ്പബ്ലിക് ദിന പരേഡും നടക്കുമ്പോൾ, സ്വാതന്ത്ര്യദിനം നടക്കുമ്പോൾ ഇവിടെ മഴയായിരിക്കും, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുമ്പോൾ പൊടി പാറും. ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റേഡിയം വേണം. നമ്മുടെ വികാരമായിരുന്നു പത്തനംതിട്ട. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്ന് MLA ആയി ആറന്മുളയുടെ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞ് ലെറ്റർ ലീഫിൽ ഒരു കത്തെഴുതി അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന് മുൻപാകെ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ CMന്റെ ഉൾപ്പെടെ ഓഫീസുകളുള്ള ആ സമുച്ചയത്തിൽ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി ഇത് കൊടുത്തപ്പോ എന്നോട് ചോദിച്ചു, വാ ഇരിക്കു വീണ, എന്താണ്? അപ്പൊ ബജറ്റിന്റെ സമയമാണ്. ഞാൻ പറഞ്ഞു, എന്റെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളും, അതിൽ ചില ആവശ്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അങ്ങൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞ് ആ ലെറ്റർ ലീഫ് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം ഒരു പേന എടുത്തിട്ട് ആദ്യം ടിക്ക് ചെയ്തതിൽ ഒന്ന് ഈ സ്റ്റേഡിയമായിരുന്നു, പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയമായിരുന്നു. എന്നോട് പറഞ്ഞു ഡൺ. മറ്റൊരെണ്ണം അബാൻ ഫ്ലൈ ഓവർ ആയിരുന്നു, അതും അദ്ദേഹം ടിക്ക് ചെയ്തു. അതിനുശേഷം അതിനകത്ത് അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം നോക്കാം, പരിശോധിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. അന്ന് സംസ്ഥാന ബജറ്റിലൂടെ അനുവദിക്കപ്പെട്ട അനേകം സ്റ്റേഡിയങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി. നമ്മുടെ ജില്ലാ സ്റ്റേഡിയം 50 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടും നിർമ്മാണം തുടങ്ങാനാകാതെ അങ്ങനെ തന്നെ നിലകൊണ്ടു. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ചെയർമാൻ സൂചിപ്പിച്ചു, 50 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന കായിക വകുപ്പ് ഡയറക്ടറേറ്റും മുനിസിപ്പാലിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് നിർമ്മാണത്തിനു വേണ്ടിയിട്ടുള്ള പെർമിസീവ് സാങ്ഷൻ മുനിസിപ്പാലിറ്റി നൽകിക്കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു വികസന പ്രവർത്തനത്തിനു വേണ്ടി ഒരു സമരമിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പത്തനംതിട്ട ടൗണിന്റെ മധ്യത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ MLA എന്ന നിലയിൽ ഞാനും ഇന്നിവിടെ എന്നോടൊപ്പമുള്ള, ഞാൻ പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി മൂലം ഞാൻ അതിന് ശ്രമിക്കുന്നില്ല, എന്റെ ഒപ്പം വന്നിരുന്നു കായിക താരങ്ങൾ. ആ റോഡിൽ എന്റെ ഒപ്പം വന്നിരുന്നു. അന്ന് ഇന്നിവിടെ പ്രതിഷേധിക്കുന്നവർ ഇവിടെ നഗരസഭയുടെ ഭരണം വഹിക്കുകയായിരുന്നു. അത് പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം ഈ വേദിയിൽ. കാരണം അങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയാൻ നിർബന്ധിതമായി. കെഞ്ചി കേണപേക്ഷിച്ചു, അനുവാദം തരണം. എനിക്ക് വേണ്ടിയല്ല, ഇനി നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ മക്കളായ കായിക താരങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി ഇങ്ങനൊരു സ്റ്റേഡിയം ഇവിടെ വരണം. ഇവിടെ നീന്തൽക്കുളം ഉണ്ടാകും, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാകും, സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാകും, അവിടെ നടക്കുന്നതിന് കഴിയും, നാച്ചുറൽ ഫുട്ബോൾ ടർഫ് ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സാധ്യമാകാനായിട്ട് പോവുകയാണ്. തന്നില്ല. അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മാധ്യമത്തിലൂടെ ഒരു മുഖാമുഖം പോലെ, അതായത് പരസ്പരം സംസാരിച്ചുകൊണ്ട് അന്നത്തെ നഗരസഭാ അധ്യക്ഷയും ഞാനും കൂടെ സംസാരിച്ചു. തന്നില്ല. അതിൽ നഗരസഭയുടെ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളത് പറഞ്ഞു. അനുവദിച്ചില്ല. അതിന് കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഉറപ്പുണ്ട്, പത്തനംതിട്ടയിലെ ജനങ്ങൾ അന്ന് നമുക്കൊപ്പം നിന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇവിടെ വിജയിപ്പിച്ചു. ആ സ്റ്റേഡിയം എന്ന വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് കൊടുത്തത്.